ആരോഗ്യം അമൂല്യം. ആരോഗ്യകരമായ ലൈംഗികത, ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലെ സീനിയർ കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ CJ ജോൺ. എന്താണ് ലൈംഗികതയുടെ ഉദ്ദേശം എന്ന് നമ്മൾ യുവാക്കളോട് ചോദിക്കുക. നല്ലൊരു ശതമാനം യുവാക്കളുടെയും മനസ്സിൽ ഇത് സുഖാന്വേഷണത്തിൻ്റെ ഒരു ഉപാധിയാണ്, പ്ലഷറിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയാണ്. അതിൽ തന്നെ പ്രശ്നങ്ങളുണ്ട്. പലപ്പോഴും ഇത് ഒരു അധികാരത്തിൻ്റെ പ്രകടനം അങ്ങനെയൊക്കെ ആയിത്തീരുന്നുണ്ട്. പരമ്പരാഗതമായിട്ടുള്ള സങ്കല്പത്തിൽ പറയുന്നത് പുരുഷന്മാർ മുൻകൈ എടുക്കണം എന്നുള്ള രീതിയിലൊക്കെ ചില ധാരണകൾ ഈ സദാചാരബോധമോ അല്ലെങ്കിൽ ലൈംഗികതയെക്കുറിച്ചിട്ടുള്ള ചില സങ്കല്പങ്ങളോ ഒക്കെ അടിച്ചേൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ വരുന്ന ചില സാഹചര്യങ്ങൾ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല അത് വേണ്ടത്, പാരസ്പര്യമാണ് വേണ്ടത്. അല്ലെങ്കിൽ അതൊരു അധീശത്തിൻ്റെ സമവാക്യമില്ല, പരസ്പരമുള്ള ഒരു ഇഴുകിച്ചേരലാണ് ലൈംഗികത എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരാൾ മറ്റൊരാളിൽ നിന്നും സുഖം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപാധിയായിട്ട് ലൈംഗികത താഴ്ന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏകപക്ഷീയമാവും. അതൊരു വൺ സൈഡഡ് ആണ്. ഏകപക്ഷീയമായിട്ടുള്ള ലൈംഗികതയിൽ അക്രമങ്ങളുണ്ടാവാം. സമ്മതം ചോദിക്കണം നിർബന്ധമില്ല. കാരണം ഇതെൻ്റെ അധികാരപരിധിയിൽപ്പെട്ടതാണ്, ഞാനാണിത് അതിന് മുൻകൈ എടുക്കേണ്ടത്, ഞാനാണ് ആ ലൈംഗികതയുടെ ഒഴുക്കിൽ നിയന്ത്രണങ്ങൾ ഉണ്ടാക്കേണ്ടത്, അല്ലെങ്കിൽ ആ ഒഴുക്ക് നിശ്ചയിക്കേണ്ടത്. ഇങ്ങനെയൊക്കെയുള്ളൊരു ധാരണയോടെ ലൈംഗികതയിലേക്ക് പോയി കഴിഞ്ഞാൽ ലൈംഗികത ആരോഗ്യകരമാവില്ല. അതിലെപ്പോഴും പ്രശ്നങ്ങൾ വരും. പരസ്പരം ആദരിച്ച് പരസ്പരം ആ വൈകാരിക ഭാവങ്ങളെ കണ്ടെത്തി മനസ്സിലാക്കിയാണോ, ഇവിടെയൊക്കെയാണ് ഒരു പക്ഷേ യുവാക്കളുടെ ഇടയിൽ മാത്രമല്ല പൊതുവിൽ ഈ ലൈംഗികത ആരോഗ്യകരമല്ലാതെ വരുന്നത്. ധാരാളം ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് വിവാഹത്തിൽ അനുവാദം കൂടാതെ ലൈംഗികതയാകാമോ എന്നുള്ളത്. അത് മാരിറ്റൽ റേപ്പ് ആവില്ലേ എന്നുള്ള ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, അങ്ങനെ കൺസെന്റ് ഇല്ലാതെയും ആകാം, അതൊരു അവകാശമാണെന്ന് ചിന്തിക്കുന്ന ധാരാളം ആളുകളുണ്ട്. സത്യത്തിൽ അത് ശരിയാണോ? അല്ല. മറ്റെല്ലാ കാര്യങ്ങളിലും പങ്കാളിയുടെ സമ്മതം വാങ്ങണം, പങ്കാളിയുമായിട്ട് ആലോചിക്കണം എന്ന് പറയുന്നിടത്ത് ലൈംഗികതയുടെ കാര്യത്തിൽ അനുവാദത്തിന് പ്രസക്തിയില്ല എന്ന് പറയുമ്പം അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അങ്ങനെ ചിന്തിക്കുന്ന ധാരാളം ആളുകൾ ഉണ്ട്. അപ്പോൾ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ലൈംഗികതയിൽ നിന്ന് ലക്ഷ്യമാക്കുന്നത് എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടാണ് അവരുടെ ലൈംഗികത ആരോഗ്യകരമാണോ ഇല്ലയോ എന്നുള്ള ചില സങ്കല്പങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നത്. ഇപ്പം സുഖത്തിന് വേണ്ടി മാത്രമാണ് എന്നുള്ളൊരു ലക്ഷ്യത്തോടെ ലൈംഗികതയെ കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് കിട്ടാൻ വേണ്ടിയിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുകയും ചെയ്യുക. ഇൻസ്റ്റൻറ്റ് ഫുഡ് സംസ്കാരം പോലെ തന്നെ ജീവിതചര്യയിലേക്ക് ഈ തരത്തിലുള്ള ഇൻസ്റ്റൻറ്റ് സെക്ഷുവാലിറ്റിയും കടന്നു വന്നിട്ടുണ്ട്. ഇതിനെ ഒരു വൈകാരികതയിൽ നിന്നും ആ തരം അടുപ്പങ്ങളിൽ നിന്നും വേർതിരിച്ച് ഞാൻ ഈ സൂചിപ്പിച്ച മാതിരി ഒരു ഇൻസ്റ്റൻറ്റ് ഫുഡ് സംസ്കാരം പോലെ ഒരു ഇൻസ്റ്റൻറ്റ് സെക്ഷുവാലിറ്റിയിലേക്ക് കാണാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളതാണ് സംശയം. പ്രണയത്തിൻ്റെ കൂടെ ഇപ്പോൾ പണ്ട് ആശാൻ പറഞ്ഞ പോലെ മാംസനിബദ്ധമായിട്ടുള്ള അനുരാഗം എന്ന് പറയുന്ന സങ്കല്പമൊക്കെ ഇപ്പോഴത്തെ യുവാക്കളോട് പറഞ്ഞ് അവർ പുച്ഛിച്ചു തള്ളും. പ്രണയത്തിൻ്റെ കൂടെ ലൈംഗികതയും വേണമെന്ന് പറയുന്ന തലത്തിലേക്ക് യുവാക്കൾ പോയിട്ടുണ്ട്. തുടങ്ങുമ്പോൾ ഇതൊക്കെ ശരിയാണ്, പക്ഷെ അത് കഴിയുമ്പോഴേക്കും ഒരു മാനസികമായിട്ടുള്ള അടുപ്പം വന്നു പോകുന്നു. എന്നിട്ട് ആ മാനസികമായിട്ടുള്ള അടുപ്പത്തിൻ്റെ പശ്ചാത്തലത്തിൽ കുറച്ച് കഴിയുമ്പോഴേക്കും ഇത് പറ്റില്ല എന്ന് പറയുമ്പോൾ അത് സഹിക്കാൻ പറ്റാതെ വരുന്നു. ആ സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ പ്രതിഷേധങ്ങളുണ്ടാവുന്നു, അതിനെക്കുറിച്ചിട്ടുള്ള ആരോപണങ്ങളുണ്ടാവുന്നു, കേസുകളുണ്ടാവുന്നു, അങ്ങനെയുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ അത് യുവാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ലൈംഗികതയെ കാണിക്കാം, പക്ഷെ അവർക്കൊരു ക്ലാരിറ്റി വേണം, ഒരു വ്യക്തത വേണം. എൻ്റെ മനസ്സ്, എൻ്റെ വ്യക്തിത്വം എന്നോട് പറയുന്നത് ലൈംഗികത ഇങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യാം എന്നുള്ളതാണ്. പക്ഷെ അതുകൊണ്ട് തീരുന്നില്ല. ലൈംഗികതയിലൊരു പങ്കാളി ഉണ്ടെങ്കിൽ ആ പങ്കാളിയുടെ ഇഷ്ടാനിഷ്ടങ്ങളെ കുറിച്ചുകൂടി പരിഗണിക്കേണ്ടി വരും. കാരണം ഇതൊരു പാരസ്പര്യമാണ്. അപ്പം എൻ്റെ കാര്യങ്ങൾ ഇതാണ്, അത് ഞാൻ എങ്ങനെയും നടത്തും, മറ്റേയാൾ എൻ്റെ ആവശ്യം കഴിയുമ്പോൾ പോട്ടെ എന്നുള്ള രീതിയിൽ വരുമ്പോൾ അതിലൊരു കോൺഫ്ലിക്റ്റ് വരും. അപ്പം അതിൽ മറ്റേ ആളെ കൂടി പരിഗണിക്കുന്ന ആ മനസ്ഥിതി ഉണ്ടാകുമ്പോഴാണ് ലൈംഗികത ആരോഗ്യകരമായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് പോവുള്ളൂ. അതല്ലെങ്കിൽ അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന സംഘർഷങ്ങളോ കേസുകളോ വഴക്കുകളോ എല്ലാം ഉണ്ടാവുകയും അതൊരു പ്രശ്നമായി തീരുകയും ചെയ്യും. ആരോഗ്യകരമായ ലൈംഗികത, ഈ വിഷയം അവതരിപ്പിച്ചത് ഡോക്ടർ CJ ജോൺ.